വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു ക്ലാസ്സാണ് നോക്കുന്നത്. PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പൂക്കുന്ന ഇതാമുല്ല പൂക്കുന്ന ഇലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം എന്നുള്ള വരി എഴുതിയത് ആരാണ്? പൂക്കുന്ന ഇതാമുല്ല പൂക്കുന്ന ഇലഞ്ഞി എന്ന വരി എഴുതിയത് ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാന്റെ വരികളാണ് ഈ പറഞ്ഞത്. പൂക്കുന്ന ഇതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. ഈ കവിത എടുത്തിരിക്കുന്നത് ഏത് കവിതാ സമാഹാരത്തിൽ എന്ന് ചോദിച്ചാൽ പുഷ്പവാടി. പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ വരികളാണിത്. അതുകൂടാതെ പൂക്കാലം എന്ന കവിതയിലേതാണ്. പൂക്കാലം എന്ന കവിതയിലേതാണ് ഈ വരി. എന്നാൽ ഏത് കവിതാ സമാഹാരമാണ് എന്ന് ചോദിച്ചാൽ അത് പുഷ്പവാടിയാണ്. കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ വരിയാണ് ഈ പറഞ്ഞത്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന വരികൾ എഴുതിയത് കുമാരനാശാനാണ്. ഏത് കവിത എന്ന് ചോദിച്ചാൽ പൂക്കാലം എന്ന കവിതയാണ്. അത് ഏത് കവിതാ സമാഹാരമാണെന്ന് ചോദിച്ചാൽ പുഷ്പവാടി എന്ന കവിതയാണ്. അപ്പം നമുക്ക് കുമാരനാശാനെ കുറിച്ച് കുറച്ചൊന്ന് നോക്കാം. 1873 ഏപ്രിൽ 12-നാണ് കുമാരനാശാൻ ജനിക്കുന്നത് എന്നാണ്. 1873 ഏപ്രിൽ 12-നാണ് കുമാരനാശാൻ ജനിക്കുന്നത്. എവിടെയാണ് ജനിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1873 ഏപ്രിൽ 12. എന്നാൽ അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ്? 1924 ജനുവരി 16-നാണ് കുമാരനാശാൻ മരണപ്പെടുന്നത്. പല്ലനയാറ്റിലുണ്ടായ റെഡീമർ ബോട്ട് അപകടത്തെ തുടർന്ന് കുമാരനാശാൻ മരണപ്പെടുന്നത് 1924 ജനുവരി 16-നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കറിയാം. കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണേത്? വീണപൂവ്. കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവാണ്. ഈ വീണപൂവ് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? മിതവാദിയിലാണ്. മിതവാദി പത്രത്തിലാണ് വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. മിതവാദി പത്രത്തിലാണ് വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. 1907-ലാണ് പ്രസിദ്ധീകരിച്ചത്. 1907 മിതവാദി പത്രത്തിലാണ് വീണപൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. ഇവിടെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ: വീണപൂവ് എന്ന ഖണ്ഡകാവ്യം കുമാരനാശാൻ എവിടെ വച്ചിട്ടാണ് എഴുതിയത്? പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വച്ചിട്ടാണ് എഴുതിയത്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കുമാരനാശാൻ വീണപൂവ് എന്ന കൃതി എഴുതിയത്. അപ്പോൾ കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് ഏത്? വീണപൂവ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു ചില ഖണ്ഡകാവ്യങ്ങളും അറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? നളിനി, സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന വരികൾ ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ഏതിലേതാണ്? നളിനി എന്ന കൃതിയിലേതാണ്. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന വരി വരുന്നത് കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലാണ്. ഈ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് നളിനി തന്നെയാണ്. മറ്റൊരു കഥാപാത്രമാണ് ദിവാകരൻ. നളിനി, ദിവാകരൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളാണ് ഏതില്? നളിനി എന്ന ഖണ്ഡകാവ്യത്തിലുള്ളത്. ഇനി കുമാരനാശാന്റെ മറ്റൊരു ഖണ്ഡകാവ്യമാണ് ലീല. ഏതാണ്? ലീല എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരാൾ ആര് തന്നെയാണ്? ലീല തന്നെയാണ്. മറ്റൊരു കഥാപാത്രമാണ് മദനൻ. ഇപ്പം ലീലയും മദനനുമാണ് ഏതിലെ കഥാപാത്രങ്ങൾ? ലീല എന്ന ഖണ്ഡകാവ്യത്തിലെ കഥാപാത്രങ്ങൾ. ഇനി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. ഏതാണ്? ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് ഏതെന്ന് പറയുന്നത്? ദുരവസ്ഥ എന്ന് പറയുന്നത്. ഈ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചാത്തൻ, സാവിത്രി. ദുരവസ്ഥ എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ഒന്ന് ചാത്തനും രണ്ട് സാവിത്രി അന്തർജനവുമാണ്. ചാത്തനും സാവിത്രിയുമാണ് ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് ഏതെന്ന് പറയുന്നത്? ദുരവസ്ഥയിലെ കഥാപാത്രങ്ങളാണ് ചാത്തൻ, സാവിത്രി. അപ്പോൾ ദുരവസ്ഥ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചാത്തനും സാവിത്രിയുമാണ് ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ. ദുരവസ്ഥ എന്ന കൃതിയിലെ ഒരു പ്രധാനപ്പെട്ട വരിയാണ്: തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന വരി വരുന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നാണ്? ദുരവസ്ഥ എന്ന കൃതിയിലേതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുമാരനാശാന്റെ കുറച്ച് കൃതികളാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്, അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നളിനി, ലീല, പിന്നെ പറഞ്ഞത് ദുരവസ്ഥ. അപ്പോൾ എന്താണ്? ഇതൊക്കെ കുമാരനാശാന്റെ കൃതികളാണ്. ഇത് കൂടാതെ ഏതൊക്കെ കൃതികളാണുള്ളത്? ഇനി ചിന്താവിഷ്ടയായ സീത,
കുമാരനാശാൻ്റെ മറ്റൊരു കൃതിയാണ് ചിന്താവിഷ്ടയായ സീത. ഇതുകൂടാതെ വേറെ എന്താണുള്ളത്? ഒരു സിംഹപ്രസവം. ഒരു സിംഹപ്രസവം. ചിന്താവിഷ്ടയായ സീത, ഒരു സിംഹപ്രസവം. ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ്റെ ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. ഈ ചണ്ടാല ഭിക്ഷുകിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് മാതങ്കി. മാതങ്കി. രണ്ട് ആനന്ദ ഭിക്ഷു. ആനന്ദ ഭിക്ഷു. മാതങ്കി, ആനന്ദ ഭിക്ഷു എന്നിവരാണ് ചണ്ടാല ഭിക്ഷുകിയിലെ കഥാപാത്രങ്ങളെന്ന് പറയുന്നത്. ഇനി എന്താണ്? കുമാരനാശാൻ്റെ ഏറ്റവും അവസാനത്തെ ഖണ്ഡകാവ്യമാണ് ഏത്? കരുണ എന്ന് പറയുന്നത്. കുമാരനാശാൻ്റെ ഏറ്റവും അവസാനത്തെ ഖണ്ഡകാവ്യമാണ് കരുണ. 1923 കരുണ പ്രസിദ്ധീകരിക്കുന്നത്. കുമാരനാശാൻ്റെ അവസാന ഖണ്ഡകാവ്യമാണ് കരുണ. കരുണ പ്രസിദ്ധീകരിച്ച വർഷം 1923. ഈ കരുണ എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? വാസവദത്ത. ഒന്ന് വാസവദത്ത. രണ്ട് ഉപഗുപ്തൻ. ഉപഗുപ്തൻ എന്ന സന്യാസി. ഉപഗുപ്തൻ. വാസവദത്തയും ഉപഗുപ്തനുമാണ് കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ കഥാപാത്രങ്ങൾ. ഇതുകൂടാതെ നമ്മൾ കുമാരനാശാൻ്റെ ബാലസാഹിത്യ കൃതികളിൽ ഒരെണ്ണം പറഞ്ഞു. ഏതാണ്? പുഷ്പവാടി. കുമാരനാശാൻ്റെ ബാലസാഹിത്യ കൃതികളിൽ ഒരെണ്ണം പുഷ്പവാടി. മറ്റ് രണ്ട് ബാലസാഹിത്യ കൃതികളാണ്. ഒന്ന് മണിമാല, വനമാല. മണിമാല, വനമാല. ഇവ കുമാരനാശാൻ്റെ എന്താണ്? ബാലസാഹിത്യ കൃതികളാണ്. പുഷ്പവാടി, മണിമാല, വനമാല ഇവ കുമാരനാശാൻ്റെ ബാലസാഹിത്യ കൃതികളാണ്. ഇതുകൂടാതെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നതും ആരുടെ കൃതിയാണ്? കുമാരനാശാൻ്റെ കൃതിയാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത് കുമാരനാശാൻ്റെ കൃതിയാണ്. കൂടാതെ AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് ഏത്? പ്രരോദനം. പ്രരോദനം. AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം എന്ന് പറയുന്നത്. പ്രരോദനം. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് കുമാരനാശാൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇപ്പോൾ കുമാരനാശാൻ ആശയഗംഭീരൻ അറിയപ്പെടുന്നു, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശാൻ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് പറഞ്ഞത്. എന്താണ്? വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഏത് കൃതിയിലാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ആ കൃതിയുടെ പേരാണ് മനുഷ്യ കഥാനുഗായികർ. മനുഷ്യ കഥാനുഗായികർ. മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത്. ഇനി കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ M. ലീലാവതിയാണ്. M. ലീലാവതിയാണ് കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത്. ഇതുകൂടാതെ കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ P. പൽപ്പു ആണ്. ഡോക്ടർ P. പൽപ്പു ആണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കുമാരനാശാനെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? പൂക്കുന്നിതാമില്ല പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന വരികൾ ആരാണ് എഴുതിയത്? കുമാരനാശാനാണ് എഴുതിയത്. അപ്പോൾ കുമാരനാശാനെ കുറിച്ച് 1-2 പോയിന്റ്സാണ് ഇതുവരെ പറഞ്ഞത്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഇടശ്ശേരിയുടെ കൃതി ഏതാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഇടശ്ശേരിയുടെ കൃതി ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓപ്ഷൻ: പുത്തൻ കലവും അരിവാളും, കാവിലെ പാട്ട്, ഒരു പിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചികൾ. ഇതിൽ ഏത് കൃതിക്കാണ് ഇടശ്ശേരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഉത്തരം ഒരു പിടി നെല്ലിക്കയാണ്. ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്കാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഈ ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർഷം 1969 ആണ്. 1969
1989 ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരു പിടി നെല്ലിക്ക. 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നമുക്കറിയാം ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി എഴുതിയ ഒരു നാടകമാണ് ഇത് കൂട്ടുകൃഷി. ഇടശ്ശേരി എഴുതിയ നാടകമാണ് കൂട്ടുകൃഷി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറച്ച് കവിതകളുടെ പേര് പറഞ്ഞു. പുത്തൻകലവും അരിവാളും ഇടശ്ശേരിയുടെ കവിതയാണ്. പുത്തൻകലവും അരിവാളും. കൂടാതെ കാവിലെ പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പൂതപ്പാട്ട്, പണിമുടക്കം, ഇതൊക്കെ ആരുടെ കവിതകളാണ്? ഇടശ്ശേരിയുടെ കവിതകളാണ്. ഇപ്പോൾ പുത്തൻകലവും അരിവാളും, കാവിലെ പാട്ട്, പൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പണിമുടക്കം, കുറ്റിപ്പുറം പാലം ഒരു കവിതയുടെ പേരാണ്. കുറ്റിപ്പുറം പാലം ഇതെല്ലാം എഴുതിയത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ 1-2 വരികൾ PSC ചോദിച്ചിട്ടുണ്ട്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന വരി ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ പുത്തൻകലവും അരിവാളും എന്ന കൃതിയിലേതാണ്. എഴുതിയത് ആരാണ്? ഇടശ്ശേരിയാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു വരിയാണ് അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ. അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വരിയും ആരുടേതാണ്? ഇടശ്ശേരിയുടേതാണ്. അപ്പോൾ ഇടശ്ശേരിയെ കുറിച്ചാണ് നമ്മൾ കുറച്ച് പറഞ്ഞത്. ഇടശ്ശേരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1969 കൃതി ഏതാണ്? ഒരു പിടി നെല്ലിക്കയാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ കവിത ഏതാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ കവിത എന്ന് പറയുന്നത് കളിയച്ചനാണ്. കളിയച്ചൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ കവിത കളിയച്ചനാണ്. ആരാണ് കളിയച്ചൻ എന്ന കവിത എഴുതിയത്? പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായർ. നമുക്കറിയാം നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ കളിയച്ചൻ എന്ന കവിതയ്ക്കാണ് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. വർഷം 1959. 1959 പി കുഞ്ഞിരാമൻ നായർക്കാണ് ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. കൃതി ഏതാണ്? കളിയച്ചൻ എന്ന കൃതിക്കാണ്. അപ്പോൾ 1-2 പ്രധാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതികളും അവരുടെ പേരുകളും പറയാം. അങ്ങനെ ഒരുപാട് എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. പ്രധാനപ്പെട്ടതെന്ന് ഓർമ്മിച്ച് വയ്ക്കാം. സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിത ഏതാണ്? പാതിരാപ്പൂക്കൾ എന്ന കവിതയ്ക്കാണ് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. പാതിരാപ്പൂക്കൾ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കവിതകളാണ്. അതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു. ആദ്യം ലഭിച്ചത് കളിയച്ചൻ എന്ന കവിതയ്ക്കാണ്. പി കുഞ്ഞിരാമൻ നായരാണ് അത് എഴുതിയത്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് പാതിരാപ്പൂക്കൾ. അത് എഴുതിയത് ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരി. പാതിരാപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിനാണ് സുഗതകുമാരിക്ക് എന്ത് കിട്ടിയത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഈ പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വർഷം 1968 ആണ്. 1968. ഇനി ONVക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതയാണ് അഗ്നിശലഭങ്ങൾ. ഇപ്പം ONVക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിത അഗ്നിശലഭങ്ങളാണ്. ONVക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന വർഷം 1972 ആണ്. 1972 ONVക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് 1-2 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതികളും കവികളുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇടശ്ശേരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അത് ഒരു പിടി നെല്ലിക്കയാണ്. വർഷം 1969. ഇപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പച്ചില എന്ന പദത്തിൻ്റെ സന്ധി ഏത്? പച്ചില എന്ന പദത്തിൻ്റെ സന്ധി ഏത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. പച്ചില എന്ന പദത്തിന്റെ സന്ധി ഏത് എന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് പച്ചില എന്ന പദം പിരിച്ചെഴുതാം. എങ്ങനെയാണ് പച്ചില എന്ന പദം പിരിച്ചെഴുതേണ്ടത്? പച്ച പ്ലസ് ഇല. പച്ച പ്ലസ് ഇലയാണ് പച്ചില എന്ന് പറയുന്നത്. പച്ച പ്ലസ് ഇല പച്ചില. ഇനി എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായത് നോക്കാം. പച്ച പ്ലസ് ഇല ഇവിടെ എന്താണ്? പച്ച പ്ലസ് ഇല എന്ന് പറയുമ്പോൾ പച്ചില എന്ന് ചേർത്ത് എഴുതും. അപ്പം പച്ച പ്ലസ് ഇല എന്ന് പറയുന്നതിൽ പച്ചില. ഇവിടെ ഈ ചിഹ്നം അതുപോലെ തന്നെയുണ്ട്. ഈ ചിഹ്നം ഇവിടെ ഉണ്ട്. എന്നാൽ പച്ച എന്ന് പറയുന്നതിലെ ആ എന്ന സ്വരം എന്ത് ചെയ്തു? ലോപിച്ചു പോയി. അപ്പോൾ ഇതെന്ത് സന്ധിയാണ്? ലോപസന്ധിയാണ്.
അപ്പോൾ പച്ചില എന്ന് പറയുന്നത് ലോപസന്ധിയാണ്. എങ്ങനെയാണ് ലോപസന്ധി എന്നായി മാറിയത്? നമ്മൾ പച്ചില എന്ന പദത്തെ പിരിച്ചെഴുതി പച്ച പ്ലസ് ഇല. ഇതിൽ പച്ച എന്ന് പറയുന്നതിൻ്റെ സ്വരം അവസാനത്തെ ഈ ച എന്ന് പറയുന്നത് എന്താണ്? ച് പ്ലസ് ആ ആണ് ച എന്ന് പറയുന്നത്. ച എന്ന അക്ഷരത്തെ നമുക്ക് ച് പ്ലസ് ആ എന്ന് എഴുതാം. അപ്പോൾ അവിടുത്തെ സ്വരം ഏതാണ്? ആയാണ്. ഇവിടെ ആ എന്ന സ്വരമുണ്ട്, തൊട്ടടുത്ത് ഇ എന്ന സ്വരമുണ്ട്. ഇപ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നതാണ് ലോപസന്ധി. അപ്പോൾ എന്താണ്? ആ എന്ന് പറയുന്ന സ്വരം എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. ഇവിടെ ഇ എന്ന സ്വരം മാത്രമേ കാണുന്നുള്ളൂ. പച്ചില, ഇ എന്ന സ്വരം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ എന്ന് പറയുന്ന സ്വരം എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. അതാണ് ഏത്? ലോപസന്ധി. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇവിടെ കുറഞ്ഞു പോയ വർണ്ണം ആയാണ്. അപ്പോൾ നമുക്ക് ലോപസന്ധിക്ക് കുറച്ച് ഉദാഹരണങ്ങളോട് നോക്കാം. തണുപ്പുണ്ട്. തണുപ്പുണ്ട്, ഇത് ലോപസന്ധിയാണ്. എങ്ങനെയാണ് ലോപസന്ധിയാന്ന് നോക്കാം. തണുപ്പുണ്ട് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? തണുപ്പ് പ്ലസ് ഉണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതിലെ തണുപ്പ് എന്ന് പറയുന്നതിൽ സമൃദ്ധോകാരം, അതായത് ചന്ദ്രക്കല എന്ത് ചെയ്തു? ലോപിച്ചു പോയി. തണുപ്പ് എന്ന് പറയുന്ന പദത്തിലെ ചന്ദ്രക്കല, അവസാനം വന്ന ചന്ദ്രക്കല, അതായത് സമൃദ്ധോകാരം ലോപിച്ചു പോയി. ബാക്കി ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സമൃദ്ധോകാരം ലോപിച്ചു പോയതിനാൽ ഇത് ഏത് സന്ധി? ലോപസന്ധി. ലോപസന്ധിക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. കാറ്റില്ല. കാറ്റില്ല. കാറ്റില്ല എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കാറ്റ് പ്ലസ് ഇല്ല. കാറ്റ് പ്ലസ് ഇല്ല, കാറ്റില്ല. ഇതെങ്ങനെയാണ് ലോപസന്ധിയായിട്ട് മാറിയത്? ഇവിടെ എന്താണ്? കാറ്റ് എന്ന് പറയുന്നതിലെ അവസാനത്തെ ചന്ദ്രക്കല, അതായത് സമൃദ്ധോകാരം ഇവിടെ കാണുന്നില്ല. സമൃദ്ധോകാരം അപ്പോൾ എന്ത് ചെയ്തു? ലോപിച്ചു പോയി. ഇല്ല എന്ന് പറയുന്നത് ഇവിടെ തന്നെയുണ്ട്. കാറ്റില്ല ഇവിടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോപിച്ചത് ഏതാണ്? സമൃദ്ധോകാരം. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നതാണ് ലോപസന്ധി. ലോപം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? കുറവ് എന്ന് തന്നെയാണ്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേർന്നപ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോയി. ഇവിടെ കുറഞ്ഞു പോയത് ഏതാണ്? സമൃദ്ധോകാരമാണ്. കാറ്റില്ല. മറ്റൊരു ഉദാഹരണം പറയാം. കസവൊളി. കസവൊളി. കസവൊളി എങ്ങനെ പിരിച്ചെഴുതും? കസവ് പ്ലസ് ഒളി. കസവ് പ്ലസ് ഒളി, കസവൊളി. ഇവിടെ എന്താണ് സംഭവിച്ചത്? കസവ് പ്ലസ് ഒളി. ഒളി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. കസവൊളി എന്ന് പറയുമ്പോൾ ഇവിടെ ഓ എന്ന് പറയുന്ന സ്വരമുണ്ട്. കസവ് എന്ന് പറയുന്ന പദത്തിലെ സമൃദ്ധോകാരം, അതായത് ചന്ദ്രക്കല എന്ത് ചെയ്തു? ലോപിച്ചു പോയി. അപ്പോൾ ഇതും ലോപസന്ധി. അപ്പോൾ നമ്മൾ എന്താണ്? ലോപസന്ധിയാണ് പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പച്ചില എന്നത് ഏത് സന്ധിയാണെന്നാണ് ചോദ്യം. നമ്മൾ പച്ചിലയെ പച്ച പ്ലസ് ഇല എന്ന് പിരിച്ചെഴുതി. അതിലെന്താണ്? പച്ച എന്ന് പറയുന്നതിൽ ആ എന്ന സ്വരം ഇപ്പുറത്ത് ചേർത്ത് വന്നപ്പോൾ ഇല്ല. അപ്പോൾ എന്തായി മാറി? ലോപസന്ധിയാണെന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യത്തിട്ട് പോവാം. നാലാമത്തെ ചോദ്യം. തെറ്റായ പദം ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ പദം ഏത്? 4 പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏത് പദമാണ് തെറ്റായിട്ടുള്ളതെന്നാണ് കണ്ടെത്തേണ്ടത്. ആദ്യത്തേത് വ്രണം. വ്രണം. അടുത്തത് രുതിരം. രുതിരം. അടുത്തത് സ്വൈരം. സ്വൈരം. അടുത്തത് സ്പർദ്ധ. സ്പർദ്ധ. ഇതിൽ തെറ്റായ പദം ഏത് എന്നാണ് കണ്ടെത്തേണ്ടത്. വ്രണം, രുതിരം, സ്വൈരം, സ്പർദ്ധ. ഇതിൽ തെറ്റായി വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് നാലാമത്തേത് സ്പർദ്ധയാണ് തെറ്റ്. സ്പർദ്ധ എന്ന വാക്ക് തെറ്റിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് സ്പർദ്ധ എന്ന വാക്ക് ശരിയായിട്ട് എഴുതേണ്ടത്? സ്പർദ്ധ 2 ദാ വേണം. ദയുടെയും ധനത്തിൻ്റെയും ദാ ചേർന്ന് വരുന്നതാണ് സ്പർദ്ധ എന്ന് എഴുതേണ്ടത്. എന്താണ് സ്പർദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം? അസൂയ എന്നതാണ്. സ്പർദ്ധ എന്നാൽ അസൂയ. എന്നാൽ ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുള്ള വാക്കുകളാണ്. വ്രണം ശരിയാണ്. രുധിരം ശരിയാണ്. രുധിരം എന്താണ്? രുധിരം എന്ന് പറഞ്ഞാൽ രക്തമാണ്. രുധിരം രക്തം. അടുത്തത് സ്വൈരം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. സ്വൈര്യം എന്നല്ല, സ്വൈരം എന്ന വാക്ക് ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് തന്നിരുന്നത് സ്പർദ്ധയായിരുന്നു. സ്പർദ്ധ ശരിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പദശുദ്ധിയുടെ വാക്കുകൾ കൂടി നോക്കാം. കുറച്ച് വാക്കുകൾ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? പദശുദ്ധി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റും ശരിയും ഇടകലർത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി തെറ്റെന്ന് നമുക്ക് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്നത് കുട്ടിത്വം. കുട്ടിത്വം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. കുട്ടിത്വം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ശരിയെന്ന്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ക്രീഡയും കാഠിന്യവുമാണ്. ക്രീഡ, കാഠിന്യം, അത് 2 വാക്കുകൾ എന്താണ്? ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? കളിയാണ്. ക്രീഡ എന്ന് പറഞ്ഞാൽ കളി.
ഇനി തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ്? കുട്ടിത്വം. കുട്ടിത്വം എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. എന്താണ്? കുട്ടിത്തം എന്നാണ് വരേണ്ടത്. കുട്ടിത്തം. മലയാള വാക്കുകളോട് നമ്മൾ തം ആണ് ചേർക്കേണ്ടത്. അപ്പോൾ കുട്ടിത്തം എന്ന വാക്കാണ് ശരിയായിട്ടുള്ളത്. കുട്ടിത്വം തെറ്റാണ്. ഇനി ഇതിൽ തെറ്റിച്ച് തന്നിരുന്നത് ഏതായിരുന്നു? കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം എന്നതാണ് എഴുതിയിരുന്നത്. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടുത്തമാണ്. കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ പറയാറുള്ളത്. കണ്ടുപിടുത്തം. കണ്ടുപിടുത്തമാണ് ശരിയായിട്ടുള്ള വാക്ക്. കണ്ടുപിടുത്തം. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടുത്തം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ടുണ്ട്. താൽക്കാലികം, ഉദ്ഘാടനം, ശരത്ചന്ദ്രൻ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? താൽക്കാലികം, ഉദ്ഘാടനം, ശരത്ചന്ദ്രൻ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം താൽക്കാലികമാണ് അല്ലേ? താൽക്കാലികം എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്. എന്നാൽ ഉദ്ഘാടനം എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? തെറ്റാണ്. ഉദ്ഘാടനം എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടെ ദായാണ് വരേണ്ടത്. ഉദ്ഘാടനം. ഇനി ശരത്ചന്ദ്രൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? തെറ്റാണ്. ശരത്ചന്ദ്രൻ എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ്? ഇച്ഛയാണ് വരേണ്ടത്. ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ ഇച്ഛയാണ് വരേണ്ടത്. ഈ ശരത്ചന്ദ്രൻ എന്ന വാക്ക് പിരിച്ചെഴുതാനും പേസ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ശരത് പ്ലസ് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രനാണ് എന്തായിട്ട് മാറുന്നത്? ശരത്ചന്ദ്രനായിട്ട് മാറുന്നത്. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത്ചന്ദ്രൻ. ഇപ്പോൾ കുറച്ച് പദശുദ്ധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ ശരിയായിട്ട് എഴുതി നോക്കാം. കയ്യാമം. എങ്ങനെയാണ് കയ്യാമം? ബേസിക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ് കയ്യാമം. കയ്യാമം എന്ന് പറഞ്ഞാൽ എന്താണ്? വിലങ്ങാണ് അല്ലേ? കയ്യാമം, വിലങ്ങ്. എങ്ങനെയാണ് കയ്യാമം എന്ന വാക്ക് എഴുതേണ്ടത്? കയ്യാമം. ഇങ്ങനെയാണ് കയ്യാമം എന്ന വാക്ക് എഴുതേണ്ടത് ശരിയായിട്ട്. കയ്യാമം എന്ന് പറഞ്ഞാൽ എന്താണ്? വിലങ്ങാണ്. അങ്ങനെയാണെങ്കിൽ കയ്യെഴുത്ത്. കയ്യെഴുത്ത്. എങ്ങനെയാണ് കയ്യെഴുത്ത് എഴുതേണ്ടത്? കയ്യെഴുത്ത്. ഇതാണ് ശരിയായിട്ടുള്ള രൂപം. കയ്യെഴുത്ത്. ഇനി വൈയാകരണൻ. വ്യാകരണം അറിയാവുന്നവൻ. ഒറ്റപ്പദം എന്താണ്? വൈയാകരണനാണ്. അപ്പോൾ വൈയാകരണൻ എങ്ങനെയാണ് എഴുതേണ്ടത്? വൈയാകരണൻ. ഇനി അനുഗ്രഹീതൻ. 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 ശരിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അനുഗ്രഹീതൻ. എന്നാൽ അനുഗ്രഹം എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ്? അനുഗ്രഹം. അനുഗ്രഹം. അത് ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്. അനുഗ്രഹം. കുറച്ച് PSCക്ക് മുൻപ് ചോദിച്ച കുറച്ച് വാക്കുകളാണ് നമ്മൾ എഴുതിയത്. നമുക്കിനി അടുത്ത ചോദ്യത്തോട്ട് പോവാം. അടുത്ത ചോദ്യം, കൂടിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. കൂട്. കൂടിൻ്റെ പര്യായമല്ലാത്തത് ഏത്? കൂടിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നീടം, നീടം, നികരം, നീടം, നികരം, പഞ്ചരം, പഞ്ചരം, കുലായം. നീടം, നികരം, പഞ്ചരം, കുലായം. ഇതിൽ കൂടിൻ്റെ പര്യായമായി വരാത്ത പദം ഏതാണ്? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? രണ്ടാമത് തന്നിരിക്കുന്നതാണ്. നികരം എന്ന വാക്ക് കൂടിൻ്റെ പര്യായമല്ല. ബാക്കി നീടം, പഞ്ചരം, കുലായം. ഇത് മൂന്നും എന്താണ്? കൂടിൻ്റെ പര്യായ പദങ്ങളാണ്. ഇതിൽ നികരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നികരം എന്നാൽ കൂട്ടം എന്നാണ്. നികരം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ്. ഇപ്പം നമ്മൾ എന്താണ്? ഒരു പര്യായ പദമാണ് നോക്കിയത്. കൂടിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നതായിരുന്നു ചോദ്യം. അതിൽ നികരമാണ് അല്ലാത്തത്. നികരം എന്നാൽ കൂട്ടം എന്നാണ്. പിന്നെ നീടം, പഞ്ചരം, കുലായം. ഇത് മൂന്നും എന്താണ്? കൂടിൻ്റെ പര്യായ പദങ്ങൾ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആപാദചൂഡം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആപാദചൂഡം. ആപാദചൂഡം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആപാദചൂഡം. എന്താണ് ആപാദചൂഡം എന്ന വാക്കിന്റെ അർത്ഥം? ഇതിൽ പാദവുമുണ്ട് ചൂടവുമുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? പാദം മുതൽ ശിരസ് വരെ. ആപാദചൂഡം എന്നാൽ പാദം മുതൽ ശിരസ് വരെ. പാദം മുതൽ ശിരസ് വരെ. ആപാദചൂഡം പാദം മുതൽ ശിരസ് വരെ. ഇതിന് സമാനമായിട്ടുള്ള മറ്റു ചില ശൈലി കൂടി പറയാം, വാക്കുകൾ കൂടി പറയാം. എന്താണ്? ഒന്ന് ആബാലവൃദ്ധം. ആബാലവൃദ്ധം എന്താണ്? ആബാലവൃദ്ധം ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. അടുത്തത് ആമൂലാഗ്രം. ആമൂലാഗ്രം.
എന്താണ് ആമൂലാഗ്രം എന്ന് പറയുന്നത്? വേര് മുതൽ അഗ്രം വരെ. ആമൂലാഗ്രം എന്നാൽ വേര് മുതൽ അഗ്രം വരെ. മറ്റൊന്ന് ആചന്ദ്രതാരം. ആചന്ദ്രതാരം എന്താണ്? ആചന്ദ്രതാരം എല്ലാ കാലവും. ആചന്ദ്രതാരം ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം, അതാണ് ആചന്ദ്രതാരം, എല്ലാ കാലവും. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ആപാദചൂഡം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പാദം മുതൽ ശിരസ് വരെ. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. ആമൂലാഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമൂലാഗ്രം വേര് മുതൽ അഗ്രം വരെ. അടുത്തത് ആചന്ദ്രതാരം എല്ലാ കാലവും. നമുക്ക് കുറച്ച് ശൈലി കൂടി നോക്കാം. ഒന്ന് മർക്കടമുഷ്ടി. മർക്കടമുഷ്ടി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശാഠ്യം. മർക്കടമുഷ്ടി ശാഠ്യം. മർക്കടമുഷ്ടി എന്നാൽ ശാഠ്യമാണ്. മർക്കടമുഷ്ടി ശാഠ്യം. മറ്റൊന്ന് നളപാകം. നളപാകം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുറവുമില്ലാത്തത്. നളപാകം ഒരു കുറവുമില്ലാത്തത്. മറ്റൊന്ന് കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക എന്നാൽ എന്താണ്? ഒരുങ്ങുക എന്നതാണ്. കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക. കാപ്പ് കെട്ടുക ഒരുങ്ങുക എന്നതാണ് അർത്ഥം. കാപ്പ് കെട്ടുക ഒരുങ്ങുക. ഇനി നമുക്ക് സാധാരണ PSC എപ്പോഴും ചോദിക്കുന്നതാണ് ധനാശി പാടുക. എന്താണ് ധനാശി പാടുക? അവസാനിപ്പിക്കുക. ധനാശി പാടുക അവസാനിപ്പിക്കുക. ഇനി മറ്റൊന്ന് പുസ്തകപ്പുഴു. പുസ്തകപ്പുഴു എന്താണ്? പുസ്തകപ്പുഴു എന്ന ശൈലിയുടെ അർത്ഥം പ്രായോഗിക ജ്ഞാനം കുറവുള്ളയാൾ. പ്രായോഗിക ജ്ഞാനം കുറവുള്ളയാൾ അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാനം ഇല്ലാത്തയാൾ എന്നർത്ഥം വരുന്ന ശൈലിയാണ് പുസ്തകപ്പുഴു. മറ്റൊന്ന് ഘടദീപം. ഘടദീപം. ഘടദീപം എന്താണ്? ഘടദീപം എന്ന വാക്കിന്റെ അർത്ഥം കുടത്തിലെ വിളക്കെന്നാണ്. ഘടദീപം എന്നാൽ കുടത്തിലെ വിളക്ക് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? കഴിവ് തെളിയിക്കാത്ത ആൾ. ഘടദീപം എന്നാൽ കഴിവ് തെളിയിക്കാത്ത ആൾ. ഇപ്പോൾ കുറച്ച് ശൈലികളാണ് നമ്മൾ നോക്കിയത്. ഏഴാമത്തെ ചോദ്യത്തിൽ പോകാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ടേക്ക് അവേ എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ എന്താണ്? ടേക്ക് അവേ എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ എന്താണ് എന്നതാണ് ചോദ്യം. ടേക്ക് അവേ. ടേക്ക് അവേ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഒന്ന് വായിക്കാം. പിന്മാറുക, കബളിപ്പിക്കുക, രേഖപ്പെടുത്തുക, നീക്കം ചെയ്യുക. പിന്മാറുക, കബളിപ്പിക്കുക, രേഖപ്പെടുത്തുക, നീക്കം ചെയ്യുക. ഇതിൽ ടേക്ക് അവേ എന്ന് പറയുന്ന വാക്കിന്റെ മലയാള പരിഭാഷ വരുന്നത് നീക്കം ചെയ്യുക. ടേക്ക് അവേ നീക്കം ചെയ്യുക. ടേക്ക് അവേ നീക്കം ചെയ്യുക. നമുക്ക് കുറച്ച് മലയാളം പരിഭാഷകളുടെ നോക്കാം. PSC ചോദിച്ചാൽ ഇതാണ് പറയുന്നത്. ലിവിങ് ഡെത്ത്. ലിവിങ് ഡെത്ത് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ലിവിങ് ഡെത്ത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവശവം എന്ന് പറയാം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് ഡെത്ത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മറ്റൊന്ന് ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ക്യൂർ ഫിഷ് വിചിത്ര മനുഷ്യൻ. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ വിചിത്ര മനുഷ്യൻ. ക്യൂർ ഫിഷ് വിചിത്ര മനുഷ്യൻ. ഇപ്പോൾ മലയാള പരിഭാഷകളാണ് നോക്കുന്നത് അല്ലേ. ഒന്ന് ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക. ലിവിങ് ഡെത്ത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മറ്റൊന്ന് ക്യൂർ ഫിഷ് വിചിത്ര മനുഷ്യൻ. അടുത്തത് കമ്പാഷൻ. കമ്പാഷൻ എന്നതിൻ്റെ പരിഭാഷ എന്താണ്? കമ്പാഷൻ. കമ്പാഷൻ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ എന്താണ്? എന്താണ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ? അനുകമ്പയാണ്. കമ്പാഷൻ അനുകമ്പ. കമ്പാഷൻ അനുകമ്പ. മറ്റൊന്ന് ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക് നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. മറ്റൊന്ന് ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യോടെ പിടികൂടുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് കയ്യോടെ പിടികൂടുക. ലാസ്റ്റ് ഒരെണ്ണം കൂടെ പറയാം. ഗീവ് ദ സ്ലിപ്പ്. ഗീവ് ദ സ്ലിപ്പ്. ഗീവ് ദ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. ഗീവ് ദ സ്ലിപ്പ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക.
അപ്പോൾ നമ്മുടെ ചോദ്യം, മലയാള പരിഭാഷയുടെ ചോദ്യം ടേക്ക് അവേ ആയിരുന്നു. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കം ചെയ്യുക. ഇനി നമ്മൾ കുറച്ചുകൂടി പറഞ്ഞാൽ എന്താണ്? ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ വിചിത്ര മനുഷ്യൻ എന്നാണ്. ലിവിങ് ഡെത്ത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. കമ്പാഷൻ, അനുകമ്പ. ക്രൈ ഓവർ സ്പ്ലിറ്റ് മിൽക്ക്, നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്, ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്, കയ്യോടെ പിടികൂടുക. ഗീവ് ദ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. എട്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പ്രയോജിക പ്രത്യയം കുറിക്കുന്ന പദമേത്? താഴെ പറയുന്നവയിൽ പ്രയോജിക പ്രത്യയം കുറിക്കുന്ന പദമേത്? ഓപ്ഷൻ ഇതൊക്കെയാണ്: രാമനിൽ, രാമനോട്, രാമന്റെ, രാമനാൽ. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? രാമനാൽ എന്നതാണ്. രാമനാൽ. അതായത് പ്രയോജികയുടെ പ്രത്യയം ചേർന്ന പദം ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ പ്രയോജികയുടെ പ്രത്യയം ഏതാണ്? ആലാണ്. ആൽ. അപ്പോൾ അത് ചേർന്ന് വരുന്നത് രാമനാലാണ് ഉത്തരം വരുന്നത്. പ്രയോജിക. അപ്പോൾ എന്താണ് പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്? വിഭക്തി പ്രത്യയങ്ങൾ. വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയങ്ങൾ 7 വിഭക്തി പ്രത്യയങ്ങളാണ് ഉള്ളത്. വിഭക്തി പ്രത്യയങ്ങൾ. വിഭക്തി പ്രത്യയങ്ങൾ. ഇപ്പോൾ പദങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ഏതെന്ന് പറയുന്നത്? എന്താണ്? പ്രത്യയമാണ് ഏത്? വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഈ വിഭക്തി പ്രത്യയങ്ങൾ 7 എണ്ണമാണ് ഉള്ളത്. 7 വിഭക്തി പ്രത്യയങ്ങൾ 7 ആണുള്ളത്. അതിനെന്താണ്? ഓരോ പേരിന് ഓരോ പ്രത്യയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ 7 വിഭക്തി പ്രത്യയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 7 വിഭക്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നിർദ്ദേശിക. നിർദ്ദേശിക. നിർദ്ദേശിക എന്ന് പറയുന്ന വിഭക്തിക്ക് എന്തില്ല? പ്രത്യയം ഇല്ല. നിർദ്ദേശിക എന്ന വിഭക്തിക്ക് പ്രത്യയം ഇല്ല. നമ്മൾ അതിന്റെ പേരായി തന്നെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ രാമൻ, സീത. ഇതൊക്കെ എന്താണ്? പേര് തന്നെയില്ല. അവിടെ വേറെ നമുക്ക് വിഭക്തിയുടെ ആവശ്യമില്ല. അവിടെ എന്താണ്? നിർദ്ദേശികയ്ക്ക് വിഭക്തി ഇല്ല. ഇനി രണ്ടാമത്തേതാണ് പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹികയുടെ പ്രത്യയമാണ് എ. പ്രതിഗ്രാഹിക പ്രത്യയം എന്ന് പറയുന്നത് എ ആണ്. പ്രതിഗ്രാഹിക എ എന്ന് വേണമെങ്കിൽ നമുക്ക് പഠിച്ചു വെക്കാം. പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ. അങ്ങനെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെഴുതാം? രാമനെ. ഇവിടെ എന്താണ്? എ വരികയില്ലേ? രാമനെ. അപ്പോൾ എന്താണ്? പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ ആണ്. ഇനി അടുത്ത് വരുന്നതാണ് സംബന്ധിക. സംബന്ധിക. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്റെ, ഉടെ. ഇന്റെ, ഉടെ ഇവയാണ് സംബന്ധികയുടെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? രാമന്റെ. രാമന്റെ. അല്ലെങ്കിൽ എന്താണ്? സീതയുടെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? രാമന്റെ, ഇന്റെ, സീതയുടെ, ഉടെ. അപ്പോൾ ഇന്റെ, ഉടെ എന്നിവയാണ് സംബന്ധികയുടെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംബന്ധിക. അടുത്തത് ഉദ്ദേശിക. ഉദ്ദേശിക. ഉദ്ദേശികയുടെ പ്രത്യയങ്ങളാണ് ഇക്ക്, ന്. ഇക്ക്, ന്. അല്ല, വ് നമുക്ക് ചേർക്കാൻ പറ്റും. വ്. അപ്പോൾ ഉദ്ദേശികയുടെ പ്രത്യയങ്ങളാണ് ഇക്ക്, ന്, വ്. ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? അവൾക്ക്. അവൾക്ക്. അല്ലെങ്കിൽ എന്താണ്? രാമന്. അപ്പോൾ ഇക്ക്, ന്, വ് എന്നിവയാണ് ഏതിൻ്റെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്? ഉദ്ദേശികയുടെ പ്രത്യയങ്ങൾ. അപ്പോൾ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംബന്ധിക, ഉദ്ദേശിക. അടുത്ത് വരുന്നതാണ് ഏത്? പ്രയോജിക. പ്രയോജിക. പ്രയോജികയുടെ പ്രത്യയം ഏതാണെന്ന് അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതായിരുന്നു? ആൽ. പ്രയോജികയാൽ എന്ന് പഠിച്ചു വെക്കാം. പ്രയോജിക പ്രത്യയം ആലാണ്. ഉദാഹരണം എന്താണ്? രാമനാൽ. അടുത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? സംയോജിക. സംയോജിക. സംയോജികയുടെ പ്രത്യയം എന്താണ്? സംയോജിക ഓടാണ്. പ്രത്യയം ഓട്. ഉദാഹരണം പറയുകയാണെങ്കിൽ രാമനോട്, സീതയോട്. അപ്പോൾ സംയോജികയുടെ പ്രത്യയം ഓടാണ്. അവസാനം വരുന്നത് ആധാരിക. ആധാരിക. പ്രത്യയം ഏതൊക്കെയാണ്? ഇൽ, കൽ. ഇൽ, കൽ. രാമനിൽ. ഉദാഹരണം രാമനിൽ. രാമനിൽ. ഇല്ല, കൽ വെച്ചാണ് ഉദാഹരണം പറയേണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? പഠിക്കൽ എന്ന് പറയാം. പഠിക്കൽ. അപ്പോൾ ഇതാണ് 7 വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. 7 വിഭക്തിയാണ് നമുക്കുള്ളത്. 2 പദങ്ങളുടെ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിഭക്തി എന്ന് പറയുന്നത്. 7 വിഭക്തികളാണുള്ളത്. നിർദ്ദേശിക. നിർദ്ദേശികയ്ക്ക് വിഭക്തി പ്രത്യയം ഇല്ല. പ്രതിഗ്രാഹികയുടെ പ്രത്യയമാണ് എ. ഉദാഹരണം രാമനെ. അടുത്തത് സംബന്ധിക. സംബന്ധികയുടെ പ്രത്യയം ഇന്റെ, ഉടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ രാമന്റെ,
സീതയുടെ. അടുത്തത് ഉദ്ദേശിക, പ്രത്യയം ഇക്ക് ന് വ്. ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ രാമന്, അതിന് ഇക്ക് വെച്ചിട്ടാണെങ്കിൽ അവൾക്ക്. പ്രയോജിക, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പ്രയോജികയുടെ പ്രത്യയം എന്ന് പറയുന്നത് ആലാണ്, ഉദാഹരണം രാമനാൽ. അടുത്തത് സംയോജിക, ഓടാണ് പ്രത്യയം, ഉദാഹരണം രാമനോട്. ആധാരികയുടേത് ഇൽ, കൽ. ഇവയാണ് 7 വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. അടുത്തത് 9ാമത്തെ ചോദ്യം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. 4 ഉദാഹരണം തന്നിട്ടുണ്ട്. അതിലേതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം എന്നാണ് കണ്ടെത്തേണ്ടത്. എന്താണ് ആഗമസന്ധി എന്ന് നമുക്കറിയാം. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഒരു വർണ്ണം വന്നു ചേരുന്നു. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. പോയില്ല, പോയില്ല, പലയിടം, പലയിടം, തലയ്ക്ക്, തലയ്ക്ക്, ആയെങ്കിൽ. പോയില്ല, പലയിടം, തലയ്ക്ക്, ആയെങ്കിൽ. ഇതിൽ ഏതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം? ഉത്തരം നമുക്ക് നോക്കാം. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് തലയ്ക്ക്. തലയ്ക്ക് എന്ന പദമാണ് ഇതിൽ ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. തലയ്ക്ക് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? തല പ്ലസ് ഇക്ക് എന്നതാണ്. തല പ്ലസ് ഇക്ക് എന്നതാണ് തലയ്ക്ക് എന്ന് പിരിച്ചെഴുതേണ്ടത്. അപ്പം നമുക്കറിയാം 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ എന്താണ്? ഒരു വർണ്ണം വന്നു ചേരുന്നു. ഇവിടെ ഏത് വർണ്ണമാണ് വന്നു ചേർന്നത്? യാ വന്നു ചേർന്നു. അപ്പോൾ ഇതെന്ത് സന്ധിയാണ്? ആഗമസന്ധി. അപ്പോൾ തലയ്ക്ക് എന്നതാണ് ഇതിലെ ഉത്തരം. ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് തലയ്ക്ക് ആണ്. ആ തലയ്ക്ക് എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് തല പ്ലസ് ഇക്ക് എന്നാണ്. ഇനി നമ്മുടെ ബാക്കി ഓപ്ഷൻസ് നോക്കാം. പോയില്ല, അത് ഏത് സന്ധിയിൽ ഉൾപ്പെടുന്നതാണ്? പോയില്ല എന്ന് പറയുന്നത് എഴുതി നോക്കാം. നമുക്ക് പിരിച്ചെഴുതാം. പോയില്ല, പോയി പ്ലസ് ഇല്ല. പിരിച്ചെഴുതുമ്പോൾ പോയി പ്ലസ് ഇല്ല എന്നാണ് വരുന്നത്. പോയില്ല. ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? പോയില്ല എന്ന് പറയുമ്പോൾ ഈ സ്വരം ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ ഈ എന്ന് പറയുന്ന സ്വരം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറഞ്ഞു പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. ഇവിടെ 2 സ്വരങ്ങളുണ്ട്. 2 ഈയുടെ സ്വരങ്ങളുണ്ട്. അതിൽ ഒരു ഈ പോയി. അപ്പോൾ എന്ത് സന്ധിയായി? ലോപസന്ധിയായിട്ട് മാറി. അടുത്തത് ഏതാണ്? പലയിടം. പലയിടം ഏത് സന്ധിയാണെന്ന് പിരിച്ചെഴുതി നോക്കാം. പലയിടം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പല പ്ലസ് ഇടം, പല പ്ലസ് ഇടം, പലയിടം. ഇതെങ്ങനെയാണ് ഏത് സന്ധിയായിട്ടാണ് മാറുന്നത്? ഇതും ലോപസന്ധിയാണ് അല്ലേ? ഇവിടെ നോക്കൂ. ല എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ലി പ്ലസ് ആയാണ് ല. ഇവിടെ ഏത് സ്വരമുണ്ട്? ആ എന്ന് പറയുന്ന സ്വരമുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന സ്വരമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പലയിടം ലേ എ എന്ന് പറയുന്ന സ്വരം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ലോപിച്ചു പോയത് ഏതാണ്? ആ എന്ന് പറയുന്ന സ്വരം ഇല്ല. അപ്പോൾ ഇവിടെ പലയിടം എന്ന് പറയുന്നത് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. പലയിടം ലോപസന്ധിയാണ്. പോയില്ല എന്ന് പറയുന്നത് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. ഇനി നമുക്കുള്ളത് ഏതാണ്? ആയെങ്കിൽ. അടുത്ത പദം ആയെങ്കിൽ. ആയെങ്കിൽ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? ആയി പ്ലസ് എങ്കിൽ. ആയി പ്ലസ് എങ്കിലാണ് ആയെങ്കിൽ. ഇപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ എ സ്വരം ഇവിടെ തന്നെ ഉണ്ട്. ആയെങ്കിൽ എ ഇവിടെ ഉണ്ട്. ആ ഈ എന്ന് പറയുന്ന ഈ സ്വരം എന്ത് ചെയ്തു? ലോപിച്ചു പോയി. അപ്പോൾ ഇതും എന്ത് സന്ധിയാണ്? ലോപസന്ധി. അപ്പം നമ്മുടെ ചോദ്യം ആഗമസന്ധിക്ക് ഉദാഹരണം ഏതെന്നായിരുന്നു. അതിന് ഉത്തരം ഏതായിരുന്നു? തലയ്ക്ക് എന്നതായിരുന്നു. നമുക്ക് ലാസ്റ്റ് 10ാമത്തെ ചോദ്യം നോക്കാം. സമാന പദം ആണ് ടോപ്പിക്കായിട്ട് വരുന്നത്. ഇവിടെ രോദനം എഴുതിയിട്ടുണ്ട്. രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്. രോദനം എന്നാൽ കരച്ചിൽ എന്നാണ്. എന്നാൽ രോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? ധനത്തിൻ്റെ ഇതാ വരുന്നത്. രോധനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് എന്താണ്? തടവ് എന്നാണ്. തടവ്. രോധനം, തടവ്. അപ്പോൾ ആദ്യത്തെ രോധനം ദേയുടെ ദാ വരുന്നത് കരച്ചിൽ. രോധനം കരച്ചിൽ. രണ്ടാമത്തെ രോധനം തടവ്. അപ്പം നമുക്ക് കുറച്ച് സമാന പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൂടി നോക്കാം. ആദ്യത്തേത് ദീപം. ദീപം, ദീപം. എന്താണ് ദീപം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാവുന്നതാണ്. ദീപം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിളക്കാണ്. ദീപം വിളക്ക്. എന്നാൽ ദീപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദീപം എന്നാൽ ആന എന്നാണ്. ദീപം ആന. അപ്പം ദീപം വിളക്ക്, ദീപം ആന. അടുത്തത് പരാവരം, പാരാവാരം. പരാവരം, പാരാവാരം. ഇതിൽ പരാവരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചമാണ്. പരാവരം പ്രപഞ്ചം. എന്നാൽ പാരാവാരം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. പാരാവാരം സമുദ്രം. അടുത്തത് പ്രസു, പ്രസൂനം. പ്രസു, പ്രസൂനം. ഇതിൽ പ്രസു എന്ന് പറഞ്ഞാൽ എന്താണ്?
അമ്മയാണ്. പ്രസു അമ്മ. എന്നാൽ പ്രസൂനം എന്ന് പറഞ്ഞാൽ പുഷ്പമാണ്. പ്രസൂനം പുഷ്പം. അടുത്തത് ക്ഷണം ക്ഷണനം. ക്ഷണം ക്ഷണനം. ഈ ക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ഷണിക്കുക എന്നർത്ഥം വരുന്ന പദമാണ് ക്ഷണം എന്ന് പറയുന്നത്. ക്ഷണിക്കുക, അതായത് ക്ഷണിക്കൽ. ക്ഷണിക്കൽ. എന്നാൽ ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ക്ഷണം, നിമിഷം എന്നും അർത്ഥമുണ്ട്. നിമിഷം, ക്ഷണനേരം കൊണ്ട് നിമിഷ നേരം. ക്ഷണം രണ്ടർത്ഥം വരുന്നു. ഒന്ന് ക്ഷണിക്കൽ അല്ലെങ്കിൽ നിമിഷം. ഇനി ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വധമാണ്. വധം, കൊല ചെയ്യുക. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധമാണ്. ഇനി അടുത്തത് അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലെങ്കിൽ ധനം എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ മീനിങ് എന്നുള്ള അർത്ഥമുണ്ട്, ധനം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. എന്നാൽ അർദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പകുതിയാണ്. അർദ്ധം പകുതി. അപ്പോൾ നമ്മുടെ സമാന പദത്തിലെ ചോദ്യം എന്ന് പറയുന്നത് രോധനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ, പിന്നെ അടുത്തത് രോധനം എന്ന് പറഞ്ഞാൽ തടവ് എന്നതായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അങ്ങനെ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇതെല്ലാം തന്നെ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കിയത്.